മൈൻക്രാഫ്റ്റ്. അപ്പൊ ഞാൻ കുറച്ചധികം നേരം കൊണ്ട് ഞാൻ ഇവിടെ നിൽക്കുമായിരുന്നു നമ്മളെ മോഫാം ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ അത് ഫുള്ളൊന്ന് റെഡിയാക്കിയിട്ടുണ്ട്. കറലി പുള്ളി പൊട്ടന്മാരാണ്. ഇടയ്ക്ക് പിന്നെ ഞാൻ ചാനൽ കൂടെ ചെയ്തു. അപ്പൊ ഞാൻ ഇവിടെ വന്ന് കൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഇവിടെ പക്കയായിട്ട് തന്നെ വർക്കാവുന്നത്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്തെങ്കിലുമൊക്കെ ചെയ്തല്ലേ പറ്റുമോ, അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാം. അല്ല, നമ്മളൊന്നൊരു ട്രേഡിംഗ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ചെയ്ത് തീർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു 2, 3, 4 ആഴ്ചക്ക് ചെയ്യേണ്ടി വരും. അപ്പൊ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പ്രൊട്ടക്ഷൻ വേണം. കുറച്ച് ലിസ്റ്റ് തയ്യാറാക്കാം. പ്രൊട്ടക്ഷൻ, എഫിഷ്യൻസി, അങ്ങനെയുള്ള ടൂൾസിനും ആർമറിനും ആയിട്ട് വേണം. അപ്പൊ ആർമറിന് സെക്ഷൻ, ടൂൾസിന് വേറൊരു സെക്ഷൻ, അങ്ങനെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്ന കണക്കല്ല. എന്ന് പറയുമ്പോ ഇത് ആർമർ സെക്ഷനും പിന്നെ ഇവിടെ ഒരു ഇത് ടൂൾ സെക്ഷനും അല്ല, രണ്ട് സെക്ഷൻ ആയിരിക്കില്ല. ഇതെല്ലാം ഇത് നമുക്ക് സൈഡിൽ ഇവിടെ ടൂൾസ്, ഇവിടെ ആർമർ, അങ്ങനെ ആയിരിക്കും ഞാൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം അതിനായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ മാത്രമേ കഴിയത്തുള്ളൂ. ഓക്കെ, അപ്പൊ എനിക്കൊരു ഊഹത്തിൽ നമുക്ക് കുഴി വെട്ടി ചെയ്യാം. കാര്യം അത് തന്നെയാണ്, നമ്മൾ കുഴി വെട്ടുമ്പോൾ നമുക്ക് കുറെ അത് തന്നെ ബിൽഡിംഗ് ബ്ലോക്സ് ഒക്കെ ലാവ് ചെയ്യാം. പിന്നെ ഡെക്കറേറ്റ് ചെയ്യും, അതൊക്കെ ഉറപ്പായിട്ട് ചെയ്യും. വീട് ചെയ്യുന്ന പറഞ്ഞിട്ട് ഓക്കെ, അപ്പൊ വർക്കാവുന്നുണ്ട്. അതെ, 4 ചാക്ക കിട്ടിയില്ലേ, മതി. ഓക്കെ, അപ്പം ഫസ്റ്റത്തെ കാര്യം, നമുക്കപ്പോ ഒരു കുഴി വെട്ടണം. കുഴി വെട്ടാനായിട്ട് നമുക്ക് എവിടോട്ട് വെട്ടാൻ കഴിയും. ഇത് വെള്ളത്തിന്റെ അടിയാവുന്ന ഇവിടെ നമ്മൾ ചെയ്യണം. അപ്പൊ നമുക്ക് ഇങ്ങോട്ട് ചെയ്യാം. അപ്പൊ അയണുള്ളതുകൊണ്ട് റെയിലൊക്കെ ഉണ്ടാക്കാൻ സിമ്പിൾ ആണ്. ഓക്കെ, ഇവിടെ ചെയ്യാം. അപ്പൊ അതിന് മുന്നേ നമുക്ക് ഇവിടെ കുറച്ച് ബ്രെഡ് കൂടെ ഇട്ട് കുറച്ച് പണികളൂടെ മിനിയൻസ് വർക്ക് കൂടെ ചെയ്തിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മള് ഒരു ചെറിയൊരു കുഴി വെട്ടിയിട്ടുണ്ട്. ഇത്ര വെട്ടിയുള്ളൂ. ഇനി നമുക്ക് വെട്ടണം. അതൊക്കെ ഇപ്പൊ ഞാൻ ഫസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 2 അയൺ റൈഡേഴ്സും, 2 കൂടുതൽ വേണം. പിന്നെ ഇവിടെ 2 ഫുഡ് ഞാൻ ഗോൾഡൻ ക്യാരറ്റാണ് എടുക്കുന്നത്. ഓക്കെ, ഗോൾഡൻ ക്യാരറ്റ് അല്ലാതെ കുറെ ഫുഡ്സ് ഒക്കെ ഉണ്ട്, അത് കാണാൻ ഞാൻ ഇത് എടുക്കുന്നല്ലോ. ഓക്കെ, ഗൈസ്, ഞാൻ ഇത്രയും ചെയ്തിട്ടുണ്ട്. ഇവിടെ നടുക്കൂടെ കുറച്ച് റെയിലൂടെ വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ വില്ലേജസിന് ആഡ് ചെയ്യേണ്ടി വരും. അപ്പൊ അതിനനുസരിച്ചുള്ള സാധനങ്ങളാണ് അതൊക്കെ. അപ്പൊ ഞാൻ എന്തായാലും 4 പേരെ കൊണ്ടുവരാൻ പറ്റുമെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഇപ്പൊ എന്തായാലും അവിടെ നിന്ന് കുറച്ചുകൂടെ അവിടെ നിന്ന് ഫാം ചെയ്തു വന്നിട്ട് ഞാൻ ഇവിടെ കൊണ്ടിട്ടു. പിന്നെ തിരിച്ച് ഇതില്ല. ഞാൻ ഇവിടെ 55 കൊണ്ട് ബ്രെഡ് കൊണ്ടിട്ടു. പക്ഷെ എന്നാൽ ഇതുവരെയായിട്ട് ബ്രീഡായില്ലെന്ന് തോന്നുന്നു. അല്ല, ഇതുവരെയായിട്ട് ബ്രീഡായില്ല. ഇടയ്ക്ക് ഞാൻ നോക്കി, പക്ഷെ എന്നൊരു ബ്രീഡായില്ല. ബ്രോ, ബെഡില്ലേ? അയ്യോ, അന്ന് അമ്മ ഇറങ്ങി ചാടിയതിനു ശേഷം ഞാൻ ബെഡ് വെച്ചില്ലല്ലേ ഇവിടെ. അയ്യോ, ചുമ്മയാണോ ബ്രീഡ് ആവാതെ? ഈ സമയങ്ങൾ എത്ര പേര് ബ്രീഡായതിനു പക്ഷെ ഫോട്ടോത്തിന് കാണിച്ച്. പിന്നെ രൂപ അനുസരിച്ച് 6 ബ്രെഡാണ് ഒരു വില്ലേജ് സ്പോണാണ്. 9 പേര് സ്പോൺ ആവാനുള്ള സാധനം ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നാളെ മിക്കവാറും ഒരു എക്സ്പ്ലോറിംഗ് എപ്പിസോഡായിരിക്കും. ഇത് ഓവർ നേരത്തെ ഞാൻ എപ്പോഴൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പോയോ അന്നൊക്കെ ഞാൻ ചത്തു. അതുകൊണ്ട് ഇനി ഞാൻ മിക്കവാറും പോകില്ല. കഴിയുന്നു. നമ്മളിവിടെ എവിടെയോ ഊട് കൊണ്ട് വെച്ചാൽ പറ്റി. അതായത് 10 ഊട്ടില്ല. ഉട്ടുപെട്ടി എവിടെ? ഉട്ടുപെട്ടി ഉട്ടുപെട്ടിയൊക്കെ കമ്മി. ഇപ്പൊ എന്തായാലും ഞാൻ അവിടെ ഒരു 3 ബെഡ് കൂടെ കൊണ്ടുവയ്ക്കാം. അപ്പൊ നമ്മൾ ഇതേ ഫ്രിഡ്ജിനെ ഇവിടെ കൊണ്ടിട്ട് എന്നെ നല്ലോണം കറക്കി. എന്നാലും ഞാൻ അവസാനം ഇവിടെ കൊണ്ട് നിർത്തി. ഇനി ഇവരെ കണക്കി കൊച്ചിറങ്ങാനാവുന്നതാണ് പ്രശ്നം. അങ്ങനെ 3 പേരെ ഇനിയും വേണം. അപ്പൊ ഇത് നമുക്കൊന്ന് പൊട്ടിച്ചിട്ട് ഫസ്റ്റ് 2 പേരെങ്കിലും കൊണ്ടുവരാൻ പറ്റുമോ നോക്കാം. ഓക്കെ, ഗ്യാസാണ്. പോട്ടെ. നമുക്ക് ഇവിടെ ആളായി കാണുകയായിരിക്കും. ഇവിടെ ഇല്ല, ഇവിടെ നിന്ന് 2 പേരെ കൊണ്ടുപോയതേ ഉള്ളൂ. ബ്രോ ഒന്ന് സെറ്റാക്കോ? എനിക്ക് തോന്നുന്നു ഒരു കാര്യം ചെയ്യാം. ഇപ്പൊ എന്റെ 10 ബോണുണ്ട്. അപ്പൊ ഈ ബോണ് കൊണ്ടുപോയി നമുക്ക് കുറച്ച് സീഡ് എടുത്ത് അതിന് ബോൺ മീൽ ഇത് കുറച്ച് ബ്രെഡ് എടുത്ത് വെച്ചാൽ ബ്രെഡ് അടിച്ച് വെക്കാൻ വേണ്ടിയുള്ള പ്രശ്നം ഉപയോഗം എന്ന് പറയുമ്പോൾ നമുക്ക് റീഫ്രഷ് ചെയ്ത് യൂസ് ചെയ്യാം. ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ ഒരു ഹോയിൽ വേണം, ഒരു സീഡും വേണം. അവിടെ ഓക്കെ, അവിടെ ഫിൽറ്റർ ആയിട്ടുള്ള സ്ഥലമുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ഒരു സീഡും
ഇനി നമുക്ക് ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഒന്ന് ബോൺ മെയിൽ ചെയ്തുകൊണ്ട് മതി. ഓക്കെ, ജസ്റ്റ് ഇവിടെ വന്നിട്ട് ബോൺ മെയിൽ ഓഫ് ഹാൻഡിലും ഇതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പൊട്ടിക്കുക. ഇതെന്താ അയ്യോ പൊട്ടിക്കാൻ പൊട്ടിക്കോ. എന്തൊക്കെയോ നടക്കുന്നത്. എന്താ ഇത് ഇങ്ങനെ? ഓ, ഇതായിരുന്നു അവസാനം പിടിക്കാനുള്ള. സോറി, ഇങ്ങനെയാണ് ഇങ്ങനെ നമ്മൾ ചെയ്തോണ്ടെന്ന് ആദ്യം നമുക്ക് ഇതും കൂടെ അവിടെ ഫുള്ളാക്കി. ഓക്കെ, അയൺ ഫാം വർക്ക് ആകുന്നുണ്ട്. പക്ഷെ അത് ഇതെന്തായാലും പൊട്ടിച്ച് മാറ്റും. ഞാനൊരു നല്ല ഡിസൈൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അത് സോംബി വേണം. അപ്പം എന്തായാലും ഇത് ചെറിയ രീതിയിലൊരു മിഡ് ഗെയിം ഒക്കെ ആകുമ്പോൾ നമുക്കത് ഉണ്ടാക്കാം. അത് നെയിം ടാഗ് എക്സ്പെൻസീവ്, ഇച്ചിരി അല്ല, നല്ലോണം എക്സ്പെൻസീവ് ആണ്. ഓക്കെ, 4 ബ്രെഡ് പിന്നെ ഉണ്ടാക്കി. ബ്രോ ഇത് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇവന്മാർ അത് പോയെടുക്കും. ഇവന്മാർ റീഫ്രഷ് ആവും. ഇവനോട് ഇട്ട് കറന്റ് റീഫ്രഷിംഗ് ആണ്. ഇനി അവന്മാർ പെട്ടെന്ന് ബ്രീഡ് ആയി പോകും. എന്തായാലും ഒരുത്തരോട് ബ്രീഡ് ആവട്ടെ, അതുവരെ ഞാൻ ഇവിടെ നിൽക്കാം. കുറെ നേരം ഞാൻ അവിടെ നിൽക്കുകയാണ്. ഞാൻ മണ്ടയിലൊക്കെ പോയി കുറച്ചേരം കൊന്ന് മോൺമെയിലൊക്കെ സെറ്റാക്കി. അപ്പൊ ഞാൻ കുറെ നേരം നിൽക്കുവാണ്. ഏകദേശം 5 മണി എനിക്ക് കുളിക്കണൊക്കെ കണ്ട്. ഇത്രയും ആകെ എന്തായാലും ഇത്ര ആയിട്ടുണ്ട്. ആവുന്നില്ല. ഇത് കറക്റ്റ് അശാക്ക് എന്റെ കയറി എനിക്ക് എത്ര കാണാറോ. എന്തായാലും നമ്മൾ ട്രെയിനിങ് ഉണ്ടാക്കുമ്പോ ഇതൊക്കെ മറ്റേ കുടിച്ചിറങ്ങുന്നത് തിരിക്കും. അതൊന്നുമില്ല. അപ്പൊ എന്തായാലും ഞാൻ വിചാരിക്കുവാണ് ഒരുത്തനെങ്കിലും എത്തിക്കാൻ പറ്റിയില്ലേ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര ആക്കാം. ഈ ട്രേഡിംഗ് ആളുടെ പണി നമുക്ക് പയ്യെ തീർക്കാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയോടെ നിങ്ങൾക്ക് പറ്റിയ